അസർബൈജാൻ ജോർജിയ ബോർഡറിൽ തുർക്കിയുടെ വ്യോമസേനയിലുള്ള ഒരു C-130 ട്രാൻസ്പോർട്ട് എയർക്രാഫ്റ്റ് താഴെ വീണ് പൊട്ടിത്തെറിക്കുന്നു. ഇങ്ങനെ പൊട്ടിത്തെറിച്ചതിന് ശേഷം അത് സംബന്ധിക്കുന്ന ഒരുപാട് വാർത്തകൾ പുറത്തു വന്നു. പ്രധാനമായും അതിൽ വന്നൊരു കാര്യം, ഈ ഒരു വിമാനം സബേഡേജ് ഓപ്പറേഷൻ ഇരയായിട്ടുണ്ട്, അല്ലെങ്കിൽ അതിനെ വെടിവെച്ച് വീഴ്ത്തി വിമാനത്തിന്റെ അകത്ത് സ്ഫോടന വസ്തുക്കൾ വെച്ച് വരികയായിരുന്നു. അങ്ങനെ ആകാശത്തിന് നടുവിൽ വെച്ച് തന്നെ അത് പൊട്ടിത്തെറിച്ചു. ഇങ്ങനെ പല വാർത്തകളായിരുന്നു, വളരെ സെൻസിറ്റീവായ കാര്യങ്ങളായിരുന്നു പുറത്തു വന്നത്. ഈ ഫൂട്ടേജ് ഒക്കെ കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ട്, സാധാരണ ഒരു എയർക്രാഫ്റ്റ് താഴെ വീഴുന്നതിനും, അതായത് ഒരു ഹെവി ട്രാൻസ്പോർട്ട് എയർക്രാഫ്റ്റ് താഴെ വീഴുന്നതിനും ഈ ഒരു വിമാനം താഴെ വീണ ആംഗിൾ ഇതൊക്കെ പൂർണ്ണമായും വ്യത്യസ്തപ്പെട്ടിരിക്കുകയാണ്. ഇതിനെക്കുറിച്ചുള്ള കാര്യം, മറ്റ് പ്രധാനപ്പെട്ട ഡീറ്റെയിൽസ് എല്ലാം ഈ വീഡിയോയിലൂടെ വിശദമായി അറിയാം. ഇതിനെക്കുറിച്ചുള്ള ഡാറ്റാസ് അല്ലെങ്കിൽ അനലൈസിനുള്ളിലേക്ക് പോകുന്നതിന് മുൻപ് ഈ ഒരു സംഭവം എവിടെ നടന്നു, എങ്ങനെ നടന്നു, അതാദ്യം അറിയാം. തുർക്കിയുടെ വ്യോമസേനയിലുള്ള ഒരു C-130B വേരിയന്റിലുള്ള വിമാനം അസർബൈജാനിൽ നിന്നും തുർക്കിയെ നോക്കി വരികയായിരുന്നു. കൃത്യം പറഞ്ഞാൽ അസർബൈജാനിൽ നിന്നും തിരിച്ച ഈ ഒരു വിമാനം ജോർജിയ അതിർത്തിക്കുള്ളിലേക്ക് കടന്നതും, അതായത് ജോർജിയയുടെ ടെക്കത്ത് റീജിയണിൽ കടന്നപ്പോൾ ഈ ഒരു വിമാനത്തിന്റെ കമ്മ്യൂണിക്കേഷൻ, ഗ്രൗണ്ട് നെറ്റ്വർക്കുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ പൂർണ്ണമായും കട്ടാകുന്നു. ഇങ്ങനെ കട്ടായതിനു ശേഷം തുർക്കിയുടെ ഭാഗത്തു നിന്നും ഒരു വാർത്ത പുറത്തു വന്നു, ഒരു വിമാനം റഡാറിൽ നിന്നും മറഞ്ഞിട്ടുണ്ട്. ഇത് സംബന്ധിക്കുന്ന റെസ്ക്യൂ ഓപ്പറേഷൻസ് ഒക്കെ ആരംഭിച്ചിട്ടുണ്ട്. ഇതൊക്കെ ഉടൻ കണ്ടെത്താനുള്ള ഒരു അടിയന്തര അന്വേഷണം ഞങ്ങൾ ആരംഭിച്ചു എന്ന് തുർക്കിയുടെ ഭാഗത്തു നിന്നും അറിയിപ്പ് വന്നു. പാരലായി മറ്റൊരു വീഡിയോ വൈറലാകുന്നു. ജോർജിയയിൽ ഒരു എയർക്രാഫ്റ്റ് ക്രാഷായി. വീഡിയോ ഫുട്ടേജ് ഒക്കെ കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ട്, മുകളിൽ നിന്നും അത് റൊട്ടേറ്റ് ആയി ആകാശത്തിന് നടുവിൽ വെച്ച് തന്നെ അതിന്റെ ഫ്യൂസലേജിൽ നിന്നും ചിറകുകൾ പൊട്ടിത്തെറിക്കുന്നത് താഴെ വീണ് പൊട്ടിത്തെറിക്കുന്നു. പിന്നീടാണ് ഒരു കാര്യം കൺഫേം ആയത്, കാണാതായ തുർക്കിയുടെ ആ വിമാനം തന്നെയായിരുന്നു ഇതെന്ന്. ആകാശത്തിന് നടുവിൽ വെച്ച് സംഭവിച്ച എന്തോ ഒരു സാങ്കേതിക തകരാറ് കാരണം ഈ വിമാനം താഴെ വീണ് പൊട്ടിത്തെറിച്ചു. മൊത്തത്തിൽ പൈലറ്റുമായി ചേർത്ത് 20 ക്രൂ മെമ്പേഴ്സ് ആ വിമാനത്തിൽ ഉണ്ടായിരുന്നു. ഇതിന് ശേഷം സംഭവിച്ച കാര്യങ്ങളായിരുന്നു ഒരു കോൺസ്പിറസി തിയറിയായി മാറിയത്. വിമാനം താഴെ വീണു. അതിനുശേഷം തുർക്കിയുടെ ഭാഗത്തു നിന്ന് വന്ന ഒരു ആദ്യത്തെ അറിയിപ്പ്, വിമാനം വളരെ എളുപ്പത്തിൽ തന്നെ അവർ ലൊക്കേറ്റ് ചെയ്തു. അസർബൈജാൻ ബോർഡറിൽ നിന്നും ജോർജിയയിലേക്ക് കടന്ന ഒരു 5 കിലോമീറ്ററിനുള്ളിലാണ് ഈ വിമാനം താഴെ വീണത്. താഴെ വീണതിന് ശേഷം ആദ്യഘട്ട അന്വേഷണത്തിന്റെ റിപ്പോർട്ടായി അവർ പുറത്തുവിട്ടത്, ഒരു പക്ഷേ എഞ്ചിൻ ഫെയിലിയർ കാരണം ഈ ഒരു പ്രശ്നം സംഭവിച്ചിട്ടുണ്ടാകാം. ഇൻവെസ്റ്റിഗേഷൻസ് ഒക്കെ ആരംഭിച്ചിട്ടുണ്ട്. റിപ്പോർട്ട്സ് വരാൻ ചില ദിവസം എടുക്കും. അതിനുശേഷം മാത്രമേ എന്തുകൊണ്ട് വിമാനം താഴെ വീണു എന്നുള്ളത് അറിയാൻ കഴിയുകയുള്ളൂ. തുർക്കി സൈഡിൽ നിന്നും ഇങ്ങനെ ഒരു വാർത്ത പറഞ്ഞു. പക്ഷേ ഈ ഫൂട്ടേജസ് അത് നിങ്ങൾ വിഷ്വലി ഒന്ന് നോക്കുക. ആദ്യം ഞാൻ ആ ഫൂട്ടേജ് പ്ലേ ചെയ്യാം. അതിനുശേഷം ഞാൻ ഈ പറയുന്ന ഒരു പോർഷനിൽ മാത്രം നിങ്ങളൊന്ന് ഫ്രീസ് ചെയ്ത് നോക്കുക. ഇപ്പോൾ വീഡിയോ നിങ്ങൾ കണ്ടല്ലോ. ഇത് കണ്ടപ്പോൾ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലായിട്ടുണ്ടാകും, ആ വിമാനം താഴെ ഏകദേശം ഗ്രൗണ്ടിൽ നിന്നും 100 മീറ്റർ മുകളിലുള്ളപ്പോൾ തന്നെ വലിയൊരു സ്മോക്ക് അതിൽ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ക്രിയേറ്റ് ആയത് മാത്രമല്ല, ആ വിമാനം ആക്ച്വൽ വീഴുന്ന ഒരു പാറ്റേണിൽ നിന്ന് വളരെ വ്യത്യസ്തമായി കറങ്ങി വീഴുകയായിരുന്നു. എത്രത്തോളം വളരെ വിയേർഡായി കറങ്ങാൻ കഴിയുമോ അത്രത്തോളം ചുറ്റി താഴേക്ക് വീണിട്ടുണ്ട്. ഒരു കാര്യം മനസ്സിലാക്കുക, ഒരു വിമാനം, അതും ഇങ്ങനെ മൾട്ടി എൻജിൻ എയർക്രാഫ്റ്റ്സ് ഒക്കെ താഴേക്ക് വീഴുമ്പോൾ, അതായത് എൻജിൻ ഫെയിലിയർ കാരണം വീഴുകയാണെങ്കിൽ ആ വിമാനം ഒരിക്കലും കറങ്ങില്ല. മാത്രവുമല്ല, കഴിയുന്നത്ര അത് ഗ്ലൈഡ് ചെയ്ത് വരികയും നേരിട്ട് ചെന്ന് അത് പൊട്ടിത്തെറിക്കുകയും കൂട്ടിമുട്ടുകയും ചെയ്യും. 99% കേസിലും ഇതൊക്കെയായിരിക്കും സംഭവിക്കുക. അപ്പോൾ ഈ ഒരു വിമാനത്തിൽ എൻജിൻ ഫെയിലിയർ സംഭവിച്ചതുപോലെ തോന്നുന്നില്ല. അതുമാത്രമല്ല, ഈ ഫ്യൂസലേജുമായി ചിറകുകൾ കണക്ട് ചെയ്യുന്ന ആ ഒരു വിംഗ് ബോക്സ്, ഇത് ആ വിമാനത്തിന്റെ ബോഡിയിൽ നിന്നും ചിറകുകളെ കണക്ട് ചെയ്യുന്ന പോർഷൻ ആണ്. ഫ്യൂസലേജിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു പോർഷൻ ആണ്. ഇവിടെ നോക്കിയാൽ മനസ്സിലാകും, ആ വിമാനത്തിന്റെ ഒരു സൈഡ് ചിറക് പൂർണ്ണമായും ആ വിമാനത്തിൽ നിന്ന് മറ്റുപോകുന്നുണ്ട്. മുൻഭാഗമൊക്കെ വിമാനത്തിൽ നിന്ന് മാറിപ്പോകുന്നത് കാണാൻ സാധിക്കും. ഇതെല്ലാം ആ ഫുട്ടേജിലൂടെ വ്യക്തമായി തന്നെ കാണാൻ കഴിയുന്നുണ്ട്. ഇതിലും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ ഒരു ഫ്രെയിം നോക്കുക. ഈ ഫ്രെയിം ഫ്രീസ് ചെയ്ത് നോക്കിയാൽ ഇതിന്റെ 4 എൻജിൻസിൽ ഒരു എൻജിനിൽ പ്രൊപ്പല്ലറേ ഇല്ല. എൻജിൻ ഫെയിലിയർ ആയിട്ടുണ്ടെങ്കിലും ആ പ്രൊപ്പല്ലർ അതിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവുകയില്ല. ഒരു പക്ഷേ അതിൽ പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇതിന്റെ ഈ വിംഗ് ബോക്സ് ഡിറ്റാച്ച് ആകാനുള്ള സാധ്യത ഇല്ല. അപ്പോൾ ഏത് ആംഗിളിൽ നോക്കിയാലും ഇത് നോർമലായ ഒരു മിലിറ്ററി പ്ലെയിൻ ക്രാഷ് പോലെ, അല്ലെങ്കിൽ സാധാരണ ഒരു എയർക്രാഫ്റ്റ് ക്രാഷ് പോലെ തോന്നുന്നില്ല. ഇതിന് പിന്നിലെ കാരണങ്ങളായി പറയപ്പെടുന്നത് 3 തിയറീസ് പറയുന്നുണ്ട്. ഒന്നാമത്തേത്, സാധാരണ ഒരു എക്സ്പ്ലോഷൻ, എഞ്ചിൻ എക്സ്പ്ലോഷൻ സംഭവിച്ചു. അങ്ങനെ സംഭവിക്കുമ്പോൾ അതുവഴി ഉണ്ടാകുന്ന ഷോക്ക് വേവ്, അല്ലെങ്കിൽ ആ റോട്ടേഴ്സിന് എന്തെങ്കിലും പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ വളരെ ഉയർന്ന ആൾട്ടിറ്റ്യൂഡിൽ ഈ വിമാനം പറന്നുകൊണ്ടിരിക്കുമ്പോൾ അത് ആ ഫ്യൂസലേജിനെ ഡാമേജ് ചെയ്തിട്ടുണ്ടാകും. അങ്ങനെ ഡാമേജ് ആകുമ്പോൾ ആ വിമാനം വളരെ പഴയതാണല്ലോ. ഇന്ത്യ പോലും C-130 വേരിയന്റിൽ J വേരിയന്റ് യൂസ് ചെയ്യുന്നുണ്ട്. ഇത് അത്യാധുനികമായ വേരിയന്റ് ആണ്.
ഈ അപ്ഗ്രേഡ് ലിസ്റ്റിൽ നിർമ്മിച്ചിട്ടുള്ള ഒന്നാണ്. എന്നാൽ തുർക്കി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഈ വിമാനം അത് ബി കാറ്റഗറിയാണ്. C-130 ബി കാറ്റഗറിയിലാണ്. അതായത് വളരെ പഴയ വിമാനം. ഈ വിമാനം നിർമ്മിച്ച കാലഘട്ടത്തിലുണ്ടായ ഒരു വേരിയന്റ് ആണ്. 60 വർഷത്തിലധികം ഇത് സർവീസിലുണ്ട്. 60 വർഷമാണെങ്കിൽ 1985 നിർമ്മിച്ച 60 മുതൽ തന്നെ ഇത് സർവീസിലുണ്ട്. അപ്പോൾ ഈ വിമാനം നിർമ്മിച്ചപ്പോൾ ഉണ്ടായ ഒരു വേരിയന്റ് ആണ് ഇത്. അത് അങ്ങനെ പൊടി തട്ടി എടുത്ത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മിനിമം ഒരു 50 വർഷമെങ്കിലും പഴക്കമുള്ള വിമാനം. ഈ വിമാനം മാനുഫാക്ചർ കാലം മുതലേ നോക്കിയാൽ 60 വർഷം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഫ്യൂസലേജ് എന്നത് ഈ ഒരു ക്രാഷ് താങ്ങാൻ കഴിയാതെ വന്നിട്ടുണ്ടാകാം. ഈ ഷോക്ക് വേവ്സ് ഒന്നും ഫ്യൂസലേജിനെ താങ്ങാനാകാതെ വിമാനം ആകാശത്തിന് നടുവിൽ വെച്ച് തന്നെ പൊട്ടിത്തെറിച്ചു എന്നും പറയുന്നു. ഇത് ഒന്നാമത്തെ തിയറി. അടുത്ത രണ്ടാമത്തെ തിയറി, ഈ ഒരു വിമാനം ഫ്രജൈലാണ്. ഹൈ ടെൻഷൻസ് ഇതിനെ കൊണ്ട് താങ്ങാൻ സാധിച്ചില്ല. ഇതൊരു പഴയ വിമാനമാണല്ലോ, ഏറെ ദിവസമായി സർവീസിലുണ്ട്. അങ്ങനെ ഉള്ളപ്പോൾ ഈ വിമാനത്തിന്റെ സ്പെയർ പാർട്സ്, വിമാനത്തിന്റെ ഫ്രെയിം വളരെ വീക്കായിരുന്നു. ഹെവി ട്രാൻസ്പോർട്ടിന് ഇതിനെ യൂസ് ചെയ്തുകൊണ്ട് തന്നെ ഈ വിമാനം ഒരു ഘട്ടത്തിന് ശേഷം പ്രഷർ താങ്ങാൻ കഴിയാതെ മിഡ് എയറിൽ വെച്ച് തന്നെ അതിന്റെ ഫ്യൂസലേജ് നശിച്ചിട്ടുണ്ട്. അങ്ങനെ നശിച്ചത് കൊണ്ടാണ് ഈ വിങ് ബോക്സ് പ്രത്യേകം മാറിപ്പോയത്. ഇതൊരു കാരണമായി പറയപ്പെടുന്നു. അതായത് ആ വിമാനം വളരെ പഴയതായി. അങ്ങനെ പഴയതായത് കൊണ്ട് വിമാനത്തെ കൊണ്ട് പ്രഷർ താങ്ങാൻ കഴിഞ്ഞില്ല, പൊട്ടിത്തെറിച്ചു. മൂന്നാമത്തെ തിയറി, ഈ ഒരു വിമാനം ഇന്റേണൽ എക്സ്പ്ലോഷൻ കാരണം പൊട്ടിത്തെറിച്ചിട്ടുണ്ടാകാം. അകത്തൊരു പൊട്ടിത്തെറി ഉണ്ടാകാതെ, ഇന്റേണൽ എക്സ്പ്ലോഷൻ ഉണ്ടാകാതെ ഇങ്ങനെ ഒരു വിമാനം ആകാശത്തെ നടുവിൽ വെച്ചൊരിക്കലും പൊട്ടിത്തെറിക്കില്ല. മാത്രവുമല്ല താഴെ വീഴുന്ന ആ ഒരു പാറ്റേൺ മാറുകയില്ല. അങ്ങനെയാണെങ്കിൽ എന്തോ ഒരു സബോർട്ടേജ് ഓപ്പറേഷൻ അവിടെ സംഭവിച്ചിട്ടുണ്ട്. അകത്ത് ഭീകരവാദികൾ പദ്ധതിയിട്ട് പൊട്ടിത്തെറിപ്പിച്ചു എന്നും പറയുന്നു. പക്ഷെ ഇത് അത്ര പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയില്ല. സാധാരണ ഒരു സിവിലിയൻ എയർക്രാഫ്റ്റ്സിൽ പോലും അത്രയേറെ സെക്യൂരിറ്റി ഉണ്ടായിരിക്കും. അകത്തൊരു ബോംബ് ഇംപ്ലാന്റ് ചെയ്ത് പൊട്ടിത്തെറിപ്പിക്കുക എന്നത് വലിയ ടാസ്ക് ആണ്. മിലിറ്ററി കാർഗോ പ്ലെയിനിൽ ഒരു ബോംബ് ഇംപ്ലാന്റ് ചെയ്യുക അതും ഒരു സാധാരണ കാര്യമേ അല്ല. അത് ഏതാണ്ട് ഒരു കഴിയാത്ത കാര്യം തന്നെയാണ്. അതിനും അപ്പുറവും അത് സംഭവിച്ചിരിക്കാനുള്ളൊരു സാധ്യത വളരെ വളരെ കുറവാണ്. അപ്പോൾ ഇത് ഈസിയായി അങ്ങനെ റൂൾ ഔട്ട് ചെയ്യാൻ കഴിയില്ല. അതിൻ്റെ പാറ്റേൺ ഒക്കെ നോക്കുമ്പോൾ ഇതും ഒരു കാരണമായി പറയപ്പെടുന്നുണ്ട്. എന്നാൽ ഇവയിലൊന്നും മാച്ച് ആകാത്ത മറ്റൊരു കാര്യം, അത് ഇന്റേണൽ എക്സ്പ്ലോഷൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ അതിൻ്റെ എയർ ഫ്രെയിമിന് പ്രഷർ താങ്ങാനാകാതെ പൊട്ടിത്തെറിച്ചു, മേ ബി ഒരു പക്ഷേ എഞ്ചിൻ ഫെയിലിയർ ആയിരിക്കാം. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ക്രൂ മെമ്പേഴ്സ് ഡിസ്ട്രസ് കോൾ നൽകും. ഡിസ്ട്രസ് കോൾ കൊടുക്കുന്നതിന് വലിയ പ്രൊസീജിയർ ഒന്നും ഇല്ല. എമർജൻസി കോൾ നൽകാൻ ജസ്റ്റ് ഒരു ബട്ടൺ പ്രസ് ചെയ്തിട്ട് എമർജൻസി മെസ്സേജ് സെൻഡ് ചെയ്താൽ മാത്രം മതി. അപ്പോൾ പിന്നെ ഈ ഒരു വിമാനത്തിൽ എഞ്ചിൻ ഫെയിലിയർ ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ അവിടെ മറ്റെന്തെങ്കിലും പ്രശ്നം സംഭവിച്ചു, എക്സ്റ്റേണൽ എക്സ്പ്ലോഷൻ കൂടാതെ മറ്റെന്തോ ഒരു പ്രശ്നം അവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഈ ഡിസ്ട്രസ് കോൾ അവിടെ നൽകിയിട്ടുണ്ടാകും. പക്ഷെ അങ്ങനെ ഒരു മെസ്സേജ് പോലും തൊട്ടടുത്തുള്ള ഏതൊരു ATCയിലും, എയർ ട്രാഫിക് കൺട്രോൾ ടവറിലേക്കും പോയിട്ടേ ഇല്ല. തുർക്കിക്ക് ഇത് സംബന്ധിക്കുന്ന യാതൊരു മെസ്സേജോ ഡാറ്റയോ നൽകിയിട്ടില്ല. അപ്പോൾ പിന്നെ ഈ ഒരു ഡിസ്ട്രസ് കോൾ നൽകാൻ പോലും ടൈം ഇല്ലാത്തൊരു സാഹചര്യത്തിൽ അവിടെ എന്തോ സംഭവിച്ചിട്ടുണ്ട്. അങ്ങനെ വളരെ കുറഞ്ഞ ടൈം ഫ്രെയിമിൽ ഒരു സംഭവം അവിടെ നടന്നിട്ടുണ്ടെങ്കിൽ ഒന്നുകിൽ സർഫസ് ടു എയർ മിസൈൽ കാരണം ഈ ഒരു എയർക്രാഫ്റ്റ് ആക്രമണത്തിന് ഇരയായിട്ടുണ്ടാകാം, അല്ലെങ്കിൽ അകത്തെ ക്രൂ മെമ്പേഴ്സിനെ എല്ലാം ഫ്യൂസലേജിൽ നിന്നും ഇങ്ങനെ വിഭജിച്ചെടുക്കുന്ന രീതിയിൽ ആ ക്രൂ മെമ്പേഴ്സ് ഉള്ള സ്ഥലത്ത് എക്സ്പ്ലോഷൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാകണം. അപ്പോൾ അവിടെ എന്ത് സത്യത്തിൽ സംഭവിച്ചു, എന്താണ് അവിടെ ക്രിയേറ്റ് ആയത്, ഇതൊക്കെ അന്വേഷണത്തിന് ശേഷം മാത്രമേ അറിയാൻ സാധിക്കുകയുള്ളൂ. കൂടാതെ ഇത് സംഭവിച്ച ആ ഒരു എൻവയോൺമെന്റ് അതുപോലും നമുക്ക് പെട്ടെന്ന് അങ്ങനെ റൂൾ ഔട്ട് ചെയ്യാൻ കഴിയില്ല. കാരണം അർമേനിയ, അസർബൈജാൻ അവിടെ ഒരുപാട് പ്രശ്നമുണ്ട്. അവർക്ക് ഡയറക്റ്റ് അറ്റാക്ക് നടത്താൻ കഴിയില്ല എങ്കിൽ കൂടിയും ഒരു പക്ഷേ ഇതും ഒരു കാരണമായി മാറും. അവരെന്തെങ്കിലും ഒരു സബോർട്ടേജ് ഓപ്പറേഷൻ അകത്ത് ചെയ്തിരിക്കാനുള്ള സാധ്യതയും ഉണ്ട്. മാത്രമല്ല റഷ്യയുടെ ഒരു പങ്കും ഇതിലുണ്ടെന്ന് പറയപ്പെടുന്നു. ഇതിനകം ഒരുപാട് പാസഞ്ചർ എയർക്രാഫ്റ്റ് GPS സ്പൂഫിങ്ങിന് ഇരയായിട്ടുണ്ട്. കൂടാതെ ഈ റഷ്യ ഉക്രൈൻ ഡ്രോൺ അറ്റാക്ക് നടക്കുന്ന സമയത്ത് പോലും അകത്തേക്ക് വന്ന് അകപ്പെട്ട് 2 എയർക്രാഫ്റ്റോളം ക്രാഷ് ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ റഷ്യയുടെ പങ്ക് ഇതിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന രീതിയിലും അന്വേഷണം പോകുന്നുണ്ട്. പിന്നെ ഒരു പഴയ എയർ ഫ്രെയിം, അതിന് അത്രത്തോളം ഈസിയായി വിശ്വസിക്കാനും കഴിയില്ല. കാരണം പാസഞ്ചർ എയർക്രാഫ്റ്റിൽ പോലും പ്രഷർ താങ്ങാൻ കഴിയാതെ ചില വിമാനങ്ങൾ ആകാശത്തിന് നടുവിൽ വെച്ച് തന്നെ തകർന്ന സംഭവങ്ങളുമുണ്ട്. അപ്പൊ പിന്നെ ഈ ഒരു വിമാനം എന്തുകൊണ്ട് വീണു? ഈ വിമാനത്തിന്റെ നഷ്ടത്തിന് പിന്നിലുള്ള കാരണം അതിന്റെ ഏജ് മാത്രമാണോ, അല്ലെങ്കിൽ അതിന് പിന്നിൽ മറ്റെന്തെങ്കിലും കാരണമുണ്ടോ എന്നുള്ളത് ഈ അന്വേഷണ റിപ്പോർട്ട്സ് പുറത്തുവന്നാൽ മാത്രം അറിയാൻ സാധിക്കും. ഇപ്പോൾ തുർക്കിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഈ മോഡേൺ ഹിസ്റ്ററിയിൽ തന്നെ വളരെ മോശമായ ഒരു ഡിസാസ്റ്ററായി ഇത് മാറിയിട്ടുണ്ട്. ഈ ഒരു വിമാനത്തിലുണ്ടായിരുന്ന 20 പേരും മരിച്ചതായി അവർ അറിയിപ്പ് ഫോർമുല നൽകിയിട്ടുണ്ട്. റീസെന്റ് ഡേയ്സിൽ നടന്ന വേഴ്സ്റ്റ് മിലിറ്ററി പ്ലെയിൻ ക്രാഷ് ഇതൊരു സംഭവമായി തന്നെ രജിസ്റ്റർ ആയിട്ടുണ്ട്. ഈ ഒരു സംഭവത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമന്റിൽ പറയുക. കൂടുതൽ അപ്ഡേറ്റ്സിനായി വോയിസ് ഓഫ് വിക്കിയെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.